കോളം തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ കോളമല്ല തരംഗങ്ങളിൽ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 1979 മലയാള മനോരമയുടെ കൊച്ചി യൂണിറ്റ് തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൊച്ചിയിലെത്തിയപ്പോൾ അന്നത്തെ നമ്മുടെ മനോരമയുടെ ചീഫ് എഡിറ്റർ KM മാത്യുവും അവിടെ എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പത്രത്തിൽ ഒരു സറ്റയർ കോളം വേണം, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള പോലെ ഒരു സ്ഥിരമായി ഒരു മിഡിൽ പീസ് വേണം. അപ്പോൾ അതിന് സാധാരണ പല ആളുകളും മാറി മാറി എഴുതുന്ന മിഡിൽ പീസുകളുണ്ട്, ഒരാൾ തന്നെ എഴുതുന്ന കോളങ്ങളുണ്ട്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ജോസ് ഒന്ന് എഴുതി നോക്ക്. അപ്പം ഞാൻ ആ ഇടയ്ക്കൊക്കെ ചില നർമ്മ ഭാവനകളൊക്കെ പത്രത്തിലൊക്കെ എഴുതാറുണ്ടായിരുന്നുകൊണ്ടാവാം എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ കോളം എഴുതി തുടങ്ങിയത്. എഴുതി തുടങ്ങിയ ആദ്യത്തെ ആഴ്ചകളിൽ, ആദ്യത്തെ മാസങ്ങളിലൊന്നും അതിൻ്റെ ഒരു ഓതറിൻ്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ശ്രീ KM മാത്യു തന്നെയാണ് പറഞ്ഞത്, അതിനൊരു ഓതറുടെ പേര് വേണം. അപ്പം ഞങ്ങളിങ്ങനെ ഡെസ്കിൽ ആലോചിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും ഞാൻ വല്ലപ്പോഴുമൊക്കെ കഥയൊക്കെ എഴുതിക്കൊണ്ടിരുന്നൊരു കാലമായിരുന്നതുകൊണ്ട് അപ്പം ജോസ് പനച്ചിപ്പുറം എന്ന് പൂർണ്ണമായ ഒരു പേര് ഇത്തരമൊരു കോളത്തിന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ല എന്നൊരു ചർച്ചയിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ അത് ഈ പനച്ചിപ്പുറം ചുരുക്കി ഉണ്ടാക്കിയതാണ് പനച്ചി. അങ്ങനെ അത് തരംഗങ്ങളിൽ പനച്ചി എന്നൊരു പങ്ക്തിയായി മാറി.